ദൈവനാമത്തിന് പിന്നെ മഹത്വം ഉണ്ടാകട്ടെ. 25 ക്ലാസ്സുകൾ മുടക്കം കൂടാതെ എടുക്കുവാൻ കഴിഞ്ഞത് വലിയ അത്ഭുതമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ക്ലാസ്സുകളുടെ അവസാന ഭാഗങ്ങളിലേക്കാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു സെഷൻ, ഒരു ഭാഗം കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ദൈവഭക്തിയിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പരീക്ഷകളും കർത്താവിനെ വിറ്റ്നസ് ചെയ്യുന്നതും സാക്ഷ്യമെന്ന വിഷയവും നമ്മൾ പഠിക്കുവാനായിട്ടുണ്ട്. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ച വിഷയങ്ങൾ ഒന്നുകൂടെ എടുത്ത് ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വതവേ നമ്മുടെ ശരീരത്തിന്, ജഡത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഭക്തരായി ജീവിക്കുക എന്ന് പറയുന്നത്. ഭക്തിയില്ലാതെ ജീവിക്കുന്നതാണ് കുറേ കൂടെ എളുപ്പം. ഭക്തരായി ജീവിക്കുന്നതിന് അതിൻ്റേതായ ഒരു പെയിൻ, ഒരു വേദന നമുക്കുണ്ട്. കാരണം ചിലതിനോടൊക്കെ നോ പറയേണ്ടി വരും, ചിലതൊക്കെ നമ്മൾ നിഷേധിക്കണം, ചിലതിനെ മുറുകെ പിടിക്കണം. അതൊക്കെ സ്വതവേ നമുക്കത്ര ഇഷ്ടമുള്ള കാര്യം അല്ല. നമ്മുടെ ജഡം പാപത്തിന് കീഴടങ്ങുന്നതാണല്ലോ. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഭക്തനായി ജീവിക്കുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയാണ് അളവിൽ. പക്ഷേ ആ ജീവിത രീതി അഭ്യസിച്ച ഒരുത്തിന് നേരെ തിരിച്ച് ചെയ്യുന്നത് വളരെ ഭാരമുള്ള വിഷയവുമായിരിക്കും. കാരണം അതവനൊരിക്കലും സന്തോഷം നൽകുന്ന വിഷയമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടെ പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ദൈവഭക്തി വ്യക്തിതലത്തിലും അതുപോലെ കുടുംബതലത്തിലും 3 മൂല്യങ്ങളോടുള്ള ബന്ധത്തിൽ വിശുദ്ധി, നീതി, വിശ്വസ്തത എന്നീ 3 ദൈവിക സ്വഭാവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സഭാതലത്തിൽ എങ്ങനെ ഇവ ആചരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ഒരു ദൈവഭക്തൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ, അവൻ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും വിശുദ്ധിയും നീതിയും വിശ്വസ്തതയും പരിപാലിക്കുമ്പോൾ ന്യായമായിട്ടും ദൈവം അവന് വളരെയധികം വേലകൾ നൽകുവാനായിട്ടിടയായിട്ട് തീരും. കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തത അവനിൽ കാണപ്പെടുമ്പോൾ ദൈവം അങ്ങനെയുള്ള പാത്രങ്ങളെ എടുത്ത് തൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ആരംഭിക്കും. ആ വ്യത്യാസം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയാകും. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുന്നതിന് വൈക്ലഭ്യമൊന്നും ഉണ്ടാവുകയില്ല. കാരണം ദൈവത്തിൻ്റെ പാത്രമായിട്ട് ദൈവം നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ശുശ്രൂഷകൾ നമ്മൾ ലഭിക്കുമ്പോൾ അതിൽ നമ്മൾ നിലനിൽക്കേണ്ടതിനായിട്ടാണ് നമ്മൾ നീതിയും വിശുദ്ധിയും വിശ്വസ്തതയും പാലിക്കണമെന്ന് ചിന്തിച്ചത്. ഈ 3 കാര്യങ്ങളും സഭയിൽ ഓരോ വിശ്വാസികളും ആചരിച്ചു പോരേണ്ടത് ആവശ്യമാണ്. നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ധ്യാനിച്ച് മുന്നോട്ട് പോകാം. ഒന്നാമത്, നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ള കാര്യം സഭയിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. പലപ്പോഴും ആത്മാർത്ഥതയോടുകൂടെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എങ്കിലും അത് മനുഷ്യരുടെ മുമ്പാകെ സംശയം തോന്നുന്ന രീതിയിലായി തീരുന്ന അനുഭവങ്ങൾ പലരുടെ ജീവിതത്തിലും സഭയിൽ സ്പെഷ്യലി ശുശ്രൂഷകളോടുള്ള ബന്ധത്തിലായി തീർന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, സഭ നൽകുന്ന ഏത് ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല മനുഷ്യരുടെ മുമ്പിലും യോഗ്യമായ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ദൈവമായിട്ടുള്ള വിശുദ്ധി, നീതി, വിശ്വസ്തത, ഇതൊക്കെ ഞാനും ദൈവം തമ്മിൽ അറിയുന്ന കാര്യമാണ്. അതിനകത്ത് വേറൊരു തേർഡ് പാർട്ടി ഇല്ല. കുടുംബജീവിതത്തിൽ നീതിയും വിശുദ്ധിയും വിശ്വസ്തതയും പരിപാലിക്കുന്നത് എൻ്റെ കുടുംബാംഗങ്ങൾ എന്നുള്ളൊരു ലിമിറ്റഡ് നമ്പറാണ്. സഭയിലേക്ക് കടന്നു വരുമ്പോൾ അത് വ്യത്യാസമാണ്. കാരണം സഭയിൽ അനേക അംഗങ്ങൾ ഉണ്ട്. നമ്മുടെ പ്രവൃത്തികളൊക്കെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യം നമ്മൾക്കുണ്ട്. ഇല്ലെങ്കിൽ പിന്നീട് അക്കാര്യത്തെക്കുറിച്ച് സംസാരമുണ്ടാകുവാനും വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുവാനും ഒക്കെ ഇടയായിട്ട് തീരുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് പണം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷേ കണക്കുകളും കാര്യങ്ങളും ഒന്നും കൃത്യമായിട്ട് സൂക്ഷിക്കാതെ വന്നാൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പൈസയൊക്കെ എവിടെ പോയെന്നൊരു പിടിയും ഇല്ല. ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ ലഭിച്ച് വളരെ സംശയത്തിന് വിധേയരാക്കപ്പെട്ടുള്ള മനുഷ്യരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല വ്യക്തികളാണ് അവർ ആത്മീയമായി. പക്ഷേ
നന്നായിട്ട് ഹോംവർക്ക് ചെയ്യില്ല. എന്താ, അതത് ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സഭയുടെ പെയിൻറ്റിങ്ങിന് ഒരു വർക്ക് ഏൽപ്പിക്കുകയാണ് ഒരു സഹോദരനെ. ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കേട്ടോ. ഇവിടെ എങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് കുറച്ച് പൈസയും കൊടുക്കുകയാണ് പെയിൻറ്റ് വാങ്ങാനായിട്ട്. അതുപോലെ ലേബർ കോസ്റ്റ് അത് ഇതൊക്കെ കൊടുത്ത് കുറച്ച് പൈസയും കൊടുക്കുന്നു. അദ്ദേഹം അതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്, വിശ്വസ്തമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ കണക്ക് ഹാജരാക്കിയില്ലെങ്കിലോ, പൈസയൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചാൽ അതൊക്കെ ഞാൻ നന്നായി ചെയ്തു എന്ന് പറഞ്ഞ ഉത്തരം കൊണ്ട് കാര്യം നടക്കുമോ? നടക്കുകയില്ല. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ അവിടെ ഒരു സാമ്പത്തിക കൂട്ടായ്മ, ഒരു കളക്ഷൻ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. തീത്തോസ് ആയിരുന്നു ഇതിന് മുൻകൈയെടുത്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നൊക്കെയുള്ള ഭാഗത്ത്. അപ്പോൾ കൊരിന്ത്യരെ അപ്പോസ്തലനായ പൗലോസ് ഇക്കാര്യത്തിൽ പ്രബോധിപ്പിച്ചെഴുതുന്ന ഭാഗങ്ങൾ നമ്മൾ പലപ്പോഴും അവിടെ വായിക്കുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമുണ്ട്. ഞങ്ങൾ മനുഷ്യരുടെ മുൻപാകെ, ദൈവത്തിൻ്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകെയും യോഗ്യമായത് മുൻകരുതി. അങ്ങനെ ഒരു പദപ്രയോഗം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസ്തത തെളിയിക്കേണ്ടി വരിക സഭയിലായിരിക്കുമ്പോൾ മുഖ്യമായും മനുഷ്യരുടെ മുൻപാകെയാണ്. കാരണം മനുഷ്യർ നമ്മെ സംശയിക്കുവാനും ചോദ്യം ചെയ്യുവാനും ധാരാളം സാധ്യതകളുണ്ട്. ഇത് വളരെ സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതിനെ പ്രതി പിന്നീട് വളരെയധികം പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള അനേകരെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വളരെ ദുഃഖം അവർക്കുണ്ട്. പക്ഷേ പഴി പറയുന്നവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കണക്ക് ഹാജരാക്കാൻ പറയുമ്പോൾ തൻ്റെ കയ്യിൽ കണക്കൊന്നും കൃത്യമായിട്ട് ഇല്ല. അങ്ങനെ ചെയ്താൽ എന്താ ഈ ലോകം പറയുക? ഇദ്ദേഹം എന്തോ തിരിമറി ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലായല്ലോ. വിശ്വസ്തരായിരിക്കുക എന്ന പദം ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുമ്പോൾ മനുഷ്യരുടെ മുമ്പാകെയും ദൈവത്തിൻ്റെ മുമ്പാകെയും യോഗ്യമായ രീതിയിലായിരിക്കണം ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ നാം ചെയ്യുന്നില്ല എങ്കിൽ അത് പിന്നീട് പല സംശയങ്ങൾക്കും പലതരത്തിലുള്ളതായിരിക്കുന്ന ആരോപണങ്ങൾക്കും ഇടയാക്കി തീർക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 1 തിമോത്തിയോസ് 3:15-16 വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തിയോസ് 3:15-16. ദൈവസഭയിൽ എങ്ങനെ നടക്കണമെന്ന് നീ അറിയണം. സഭ എന്ന് പറയുന്നത് ശരിയാണ്, ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാവരും, അത് ഞാൻ മുൻപ് പറയുകയുണ്ടായി, അന്യോന്യമുള്ള ട്രസ്റ്റ് നമുക്കുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ട്രസ്റ്റ്. പക്ഷെ ആ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ യോഗ്യമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ ഇടപാടുകളിലും, പണം എന്നുള്ള കാര്യമാകട്ടെ, വസ്തുവകകളാകട്ടെ. ഇനി നമ്മൾക്ക് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്തമാണ് തരുന്നതെങ്കിൽ ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിൻ്റെ മുഴുവൻ ഇൻഫർമേഷനും നമ്മുടെ കൈകളിൽ കൃത്യമായി നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് ആകട്ടെ, വന്ന വ്യക്തിക്ക് കൊടുക്കുന്ന പൈസയാകട്ടെ, A to Z കാര്യങ്ങൾ നമ്മളുടെ കൈകളിൽ വ്യക്തമായിട്ട് നാം കരുതേണ്ടത് ആവശ്യമാണ്. അത് മാത്രമല്ല, സഭ ആഗ്രഹിക്കുന്ന അളവിൽ തന്നെ അത് കൃത്യനിഷ്ഠയോടുകൂടെ ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇനി മറ്റ് കാര്യങ്ങൾ, ഒരു കൺവെൻഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ സർവീസ് നടക്കുന്നു, ഇങ്ങനെ വിവിധമായ ശുശ്രൂഷകൾ സഭ ഏൽപ്പിക്കുന്നതൊക്കെയും വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ ദൈവമക്കൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഇനി മറ്റൊരു ഏരിയയാണ് സഹവിശ്വാസികളുമായിട്ടുള്ള ഇടപാടുകൾ. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരന്മാരും തമ്മിൽ ഇടപെടുന്ന കാര്യങ്ങളാകട്ടെ, സഹോദരന്മാർ സഹോദരിമാരുമായിട്ട് ഇടപെടുന്ന കാര്യമാകട്ടെ, വിശ്വസ്തത പാലിക്കേണ്ടത് ആവശ്യമാണ്. പണ്ട് ഞാൻ ഈ ബില്ലി ഗ്രഹാമിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. എന്നാലും താൻ ഒരിക്കലും അടച്ചിട്ട റൂമിലിരുന്ന് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ചാറ്റ് ഒരിക്കലും ഒരു സ്ത്രീകളുമായിട്ട് ചെയ്യില്ലായിരുന്നു. താനും മറ്റൊരു സഹോദരിയുമായിട്ട് കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യാതെ സൂക്ഷിക്കുമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് സംശയത്തിന് ഒരു വക താൻ കൊടുക്കാതെ സൂക്ഷിച്ചിരുന്നു. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ഈ വക കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തത പാലിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരുപക്ഷെ തെറ്റായിട്ടൊന്നും നിരൂപിക്കുന്നുണ്ടാകുകയില്ല, ഞാൻ ചിന്തിക്കുന്നുണ്ടാകുകയില്ല. പക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ അവർക്കൊരു ഇരയിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് നാം ഇക്കാര്യത്തിൽ വീഴ്ചകൾ വരുത്തുന്നത്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു പാപം നമുക്കറിയാവുന്നതാണ്. ആ പാപം നിമിത്തം, ബത്ശേബയുമായിട്ട് താൻ ചെയ്ത അകൃത്യം നിമിത്തം
ദൈവം പറയുന്നൊരു വാക്ക്, ഇത് നിമിത്തം യഹോവയുടെ ശത്രുക്കൾ, അവിടെ പദമാണ് ഉപയോഗിച്ചത്, യഹോവയുടെ ശത്രുക്കൾ ദുഷിക്കും എന്നുള്ളതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ച് പോകും. യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാനായിട്ട് ഈ പ്രവൃത്തി ഇടവരുത്തുന്നതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞ അതിൻ്റെ ആശയം എന്താ? ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നിടത്തോളം ഒരു സാക്ഷ്യമാണ്. എന്താണ് ആ സാക്ഷ്യം? ദൈവത്തിൻ്റെ അഭിഷിക്തൻ വ്യഭിചാരം ചെയ്തു, ദൈവത്തിൻ്റെ അഭിഷിക്തൻ കൊലപാതകം ചെയ്തു എന്ന സാക്ഷ്യമാണ്. അതുകൊണ്ട് ആ സാക്ഷ്യം നിമിത്തം കുഞ്ഞിനെ ദൈവം കൊന്നുകളയുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലായോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ ലോകത്തിൻ്റെ മുൻപാകെ എത്രയും വിശ്വസ്തമായിരിക്കണം. അത് കേവലം നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, പുറമേയും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു പദപ്രയോഗം വായിക്കുന്നുണ്ട്. എപ്പോഴും പഠിച്ചിട്ടും പരിജ്ഞാനം പ്രാപിക്കാത്ത സ്ത്രീകളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ എന്നൊരു പദപ്രയോഗം ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് അല്ലെങ്കിൽ അഭക്തന്മാരെ കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് അവിടെ. നിങ്ങളത് ശ്രദ്ധിക്കണം. എപ്പോഴും പഠിച്ചിട്ടും പരിജ്ഞാനം പ്രാപിക്കാത്ത സ്ത്രീകളെ സ്വാധീനിക്കുന്നവർ. വിശ്വാസികളാണ് നമ്മൾ അന്യോന്യം ബഹുമാനമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, സഹോദരന്മാരും സഹോദരിമാരുമാണ് ക്രിസ്തുവിൽ. ഇതൊക്കെ സത്യമായിരിക്കെ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ട ആവശ്യകതയും നമുക്ക് ഉണ്ട്. ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും ദൈവസഭയുള്ള ഒരു വിശ്വാസിക്കും വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത് വിശ്വസ്തതയാണ് സഭയുടെ മുമ്പാകെ. ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം പാപം അധിവസിക്കുന്ന ഈ ലോകത്തിൽ, ദൂഷണം പറയുവാൻ വെമ്പൽ കൊള്ളുന്ന ലോകത്തിൽ, ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ ഉള്ളതുപോലെ പടച്ചു വയ്ക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ കെയർലെസ് ആയിട്ട് ജീവിച്ചാൽ അത് മുഖാന്തരം ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ഇടയായി. വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നമ്മളുടെ ഇടപാടുകൾ സഹവിശ്വാസികളുമായി, പുരുഷന്മാരാകട്ടെ സ്ത്രീകളായിട്ട്, അക്കാര്യത്തിലൊക്കെ വളരെ കെയർഫുള്ളായിട്ട് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ സഭയെ പരിപാലിക്കുക, നയിക്കുക, പഠനം നടത്തുക, പ്രബോധനം നൽകുക ഇത്യാദി കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നാം അങ്ങനെ വിശ്വസ്തരായില്ല എങ്കിൽ അത് ദൈവം വെളിപ്പെടുത്തുന്ന നാളിൽ വെളിപ്പെടുകയും ചെയ്യും. ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 12:1-2 വാക്യങ്ങൾ. ലൂക്കോസ് 12:1-2 വാക്യങ്ങൾ. അതെ, ദൈവം ന്യായം വിധിക്കുന്ന നാളിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് വരും. ഏത് കാര്യങ്ങൾ? സകല കപട ഭക്തി. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സകല കപട ഭക്തിയും ദൈവം വെളിച്ചത്ത് കൊണ്ടുവരും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവിൻ, മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. ഇതൊരു ഭയനിർദ്ദേശമാണ്. ദൈവമക്കളെ, ദൈവഭക്തന്മാരായിട്ട് നാം ജീവിക്കുമ്പോൾ, വിശേഷാൽ സഭയുടെ മധ്യേ വളരെ വിശ്വസ്തത പാലിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. കാരണം ഇതൊക്കെ വെളിച്ചത്ത് വരുത്തുന്ന ഒരു ദിവസം ഉണ്ട്. അന്ന് ലജ്ജ നമുക്കുണ്ടാകാൻ ഇടവരാതിരിക്കേണ്ടതിന് നമ്മുടെ പ്രവൃത്തികളെ ദൈവസന്നിധിയിൽ തൂക്കി നോക്കി കുറവുള്ള ഭാഗങ്ങളെ പരിഹരിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ ജീവിതങ്ങളിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെന്നല്ല അർത്ഥമാക്കുന്നത്. സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഒഴുപ്പുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള പല ഫിഗേഴ്സും വീണു പോയിട്ടുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മളത് കണ്ടിട്ടുണ്ട്. സൂക്ഷിക്കണം. ഭക്തന്മാരായിട്ട് ജീവിക്കണമെങ്കിൽ വിശ്വസ്തത പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധി എന്നുള്ളതും ദൈവം ഒരു വിശ്വാസിയുടെ വിളിയിൽ വച്ചിരിക്കുന്ന വലിയ ഉദ്ദേശ്യമാണ്. കാരണം നമ്മൾ മുമ്പേ അശുദ്ധരായിരുന്നു. ഇനിമേൽ അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. 1 പത്രോസ് 1:14-17 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
അവിടെ നിർത്തുക. എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. എല്ലാ നടപ്പിലും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വിശുദ്ധി പാലിക്കേണ്ട ആവശ്യം നമ്മൾക്ക് ഉണ്ട്. ദൈവഭക്തന്മാരായിട്ട് നാം ജീവിക്കുമ്പോൾ നമ്മളിൽ കാണപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ എല്ലാ ഇടപാടുകളിലും ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളത്. തുടർന്ന് നമുക്ക് വായിക്കാം. ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിക്കും. ദൈവത്തിൻ്റെ ഇൻഹറന്റ് ക്വാളിറ്റിയിൽ വരുന്നതാണത്. ദൈവത്തിൻ്റെ സ്വഭാവമാണത് വിശുദ്ധി എന്ന് പറയുന്നത്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന ദൈവമാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ എന്ന് പറയുന്നത് തൻ്റെ വിശുദ്ധി അത്ര ഉന്നതമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സകല ഇടപാടുകളും ദൈവസഭയിൽ വിശുദ്ധിയോടുകൂടെ തന്നെ ആയിരിക്കണം. സഭയുടെ മധ്യം നമ്മളുടെ നടപ്പ് അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. തുടർന്ന് വായിക്കാം. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. എന്തുകൊണ്ടാണ്? മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം ന്യായം വിധിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസിയാണ് അവിശ്വാസിയാണ് എന്നുള്ള വ്യത്യാസമൊന്നും ദൈവത്തിന് ഇക്കാര്യത്തിൽ ഇല്ല. ദൈവം ന്യായം വിധിക്കും. പ്രിയമുള്ളവരെ, വളരെ നമ്മൾ ഭയപ്പെടണം. ദൈവത്തിൻ്റെ വിശുദ്ധി ദൈവസഭയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ഞാൻ പറയുമ്പോൾ നമ്മളുടെ എല്ലാ ഇടപാടുകളെയും നമ്മൾ സൂക്ഷിക്കണം. ഞാൻ പറയാം, ദൈവസഭയിൽ പലപ്പോഴും പല വ്യക്തികളും കണ്ണുനീർ കൊണ്ട് മുഖം കഴുകുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് മനുഷ്യർ. വിശ്വാസികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ ഭയപ്പെടണം. ഇങ്ങനെ ചെയ്യുന്നവൻ മറുപടി പറയാതെ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ദൈവം ചെയ്താൽ ദൈവം അനീതിയുള്ളവനായിരിക്കും. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ദുഃഖം വരുത്തുമാറ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ ചോദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതാണ് നാം ഈ വായിച്ചത്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവനൊരു പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. പലപ്പോഴും ഇക്കാര്യത്തിൽ ഭയങ്കര ലൈറ്റ് ഹെഡഡാ വിശ്വാസികൾ. കൂൾ, എന്തും പറയാം, ആരെയും വേദനിപ്പിക്കാം. ഐ ഡോണ്ട് കെയർ. You have to be careful. There is someone who cares even if you don't. പറഞ്ഞ മനസ്സിലായല്ലോ? നീ അതിനെ മൈൻഡ് ചെയ്യുന്നില്ലേലും മൈൻഡ് ചെയ്യുന്ന ഒരുത്തനുണ്ടെന്ന് നീ മറക്കരുത്. നിന്നെ വിളിക്കും, നിന്നോട് ചോദിക്കുകയും ചെയ്യും. ഭയപ്പെടുക. ആവശ്യമില്ലാത്തതൊന്നും ദൈവസഭയെ കിടന്ന് കളിക്കരുത്. അത് ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവത്തിൻ്റെ ഭവനത്തിൽ കളിച്ചിട്ട് അടി മേടിക്കാത്തവർ ആരും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ദൈവസഭയിൽ വിശുദ്ധിയെ പാലിക്കുക. നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ് റൈറ്റ് ആയിരിക്കട്ടെ. മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ അസൂയാലുക്കളാവേണ്ട ആവശ്യമൊന്നും ഇല്ല. കർത്താവ് കൊടുത്തിട്ടല്ലാതെ ആർ എന്ത് അനുഭവിക്കും? മറ്റുള്ളവർ അവരെ നോക്കി കുറ്റം കണ്ടുപിടിക്കാൻ വ്യഗ്രതപ്പെടുന്ന കണ്ണാണ് നമുക്കുള്ളതെങ്കിൽ ആ കണ്ണ് ദൈവികമല്ല. കർത്താവ് കുറ്റം കണ്ടിട്ടുണ്ട്, പക്ഷെ കർത്താവ് കുറ്റം പറയുന്നതിന് മുമ്പേ നല്ലതാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അപ്പസ്തോലൻ പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അപ്പസ്തോലൻ നല്ലത് പറഞ്ഞിട്ടേ ശരിയാക്കേണ്ട കാര്യങ്ങൾ പറയാറുള്ളൂ. അതാണ് ഒരു വിശ്വാസി. എന്നാൽ ചിലരുടെ സ്വഭാവം വളരെ വിചിത്രമാണ്. കുറ്റം മാത്രമേ കാണുകയുള്ളൂ, നല്ലതൊന്നും കാണുകയുമില്ല. സാരമായൊരു പ്രശ്നമുണ്ട് ഇദ്ദേഹത്തിന്. കാരണം അവനിലുള്ള ദൈവാത്മാവ് അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവാത്മാവ് അങ്ങനെയല്ല. ഞാൻ പറയുന്നതിൻ്റെ ആശയം, ഇക്കാര്യത്തിൽ നമ്മൾ മാറേണ്ട മേഖലകളുണ്ടെങ്കിൽ അത് മാറ്റണം. വിശുദ്ധി നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 3:17. 1 കൊരിന്ത്യർ 3:17. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ആവശ്യമില്ലാത്തൊരു പരിപാടികളും ചെയ്യരുത്.
ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നമുക്ക് കടന്നു വരുമ്പോൾ ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ: പണിയുക. ഇടിക്കുകയല്ല, പണിയുക. അപ്പോസ്തലന്മാർക്കും അത് തന്നെയായിരുന്നു കൊടുത്തിരുന്ന അവകാശം. ഇടിപ്പാനല്ല, പണിവാനത്ര. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പണിയുക. നമ്മൾ പണിയുന്നതിൽ കൂട്ടാളികളാകാനല്ലാതെ ഇടിക്കാനായിട്ട് മുന്നിട്ട് നിൽക്കരുത്. ഞാനത് വളരെ ദുഃഖത്തോടു കൂടെ പറയുകയാണ്. ഞാൻ ഒട്ടനവധി സഭകളിൽ കടന്നു പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ കാലഘട്ടത്തിനിടയിൽ എപ്പോഴും കണ്ടിട്ടുള്ളൊരു വലിയ ദോഷമെന്ന് പറയുന്നത് കൂട്ടു സഹോദരന്മാരെ നിന്ദിക്കുവാനോ, അവർക്ക് നേരെ അധിക്ഷേപങ്ങൾ പറയുവാനോ, അവർക്ക് നേരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുവാനോ ഒരു ഭയവും ചില സമയത്ത് കൂട്ടുവിശ്വാസികൾ കാണിക്കാറില്ല. ഇതെങ്ങനെ നടക്കുന്നു എന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. നമ്മൾ 50-ാം സങ്കീർത്തനത്തിൽ ദുഷ്ട എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക പ്രയോഗമുണ്ട്. നിങ്ങൾ ആ ഭാഗം എടുത്ത് പിന്നീട് വായിച്ചാൽ മതി. ഞാൻ നിൻ്റെ പ്രവൃത്തികളെ നിൻ്റെ മുമ്പാകെ നിരത്തി വയ്ക്കും. ആ ഭാഗത്ത് താൻ പറഞ്ഞിരിക്കുന്നൊരു പ്രയോഗമുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നീ നിൻ്റെ അമ്മയുടെ സഹോദരന് നേരെ കുറ്റം പറയുന്നു. അതൊരു കുറ്റമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ സഹോദരവർഗത്തെ കുറ്റം ചുമത്തുന്നത് ആരുടെ സ്വഭാവമാണ്? വെളിപ്പാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, സഹോദര വർഗത്തെ കുറ്റം ചുമത്തുന്ന അപവാദി എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചിനെയാണ്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരന് നേരെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര, നീ പിശാചിന്റെ വക്താവാണ്, ദൈവത്തിൻ്റെ അല്ല. അത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വക്താവാണെങ്കിൽ നീ അത് മറയ്ക്കാനേ ശ്രമിക്കൂ, ലൈറ്റാക്കാനേ നോക്കുള്ളൂ, തുറന്നു കാട്ടുകയല്ല ചെയ്യുക. കാരണം സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. ഈ ഒരു മേഖല ദൈവസഭകളെ ക്ഷീണിപ്പിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അല്പസമയം കൂടുതൽ എടുത്തത്. ഇവിടെ അങ്ങനെ ആയിരിക്കണമെന്നില്ല, എനിക്ക് അറിഞ്ഞും കൂടാ, ഞാൻ പറയുകയാണ്. പക്ഷെ ജനറലി ഇങ്ങനെ ഒരു പ്രയാസം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പലരും അല്പം ശക്തിയുള്ളൂ, അതോടുകൂടെ അവസാനിക്കും. പിന്നെ ഒരു മിനിസ്ട്രിക്ക് അവർ എഴുന്നേൽക്കുകയില്ല, പിന്നെ അവർക്കൊരു പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല. അങ്ങനെ അവർ മുന്നോട്ട് പോകാതെ തളർന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഇങ്ങനെ വിമർശിച്ചവർ അതുപോലെ തന്നെ പോവുകയും ചെയ്യും, മറ്റുള്ളവരെ വിമർശിച്ച്. ഭയങ്കര ആപത്തുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന സ്വഭാവങ്ങൾ ദൈവസഭയിൽ ഉണ്ടായിരിക്കരുത്. വിശുദ്ധി പാലിക്കുക. മാത്രമല്ല, നീതി എന്ന് പറയുന്നതായ റൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ദൈവസഭയിൽ നമ്മൾ കാണുമ്പോൾ അത് അപ്രിഷ്യേറ്റ് ചെയ്യുകയും റൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ മുതിരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇക്കാര്യത്തിൽ നമ്മളൊരു വീഴ്ചയും വരുത്തരുത്. റോമാലേഖനം 14:17 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. റോമർ 14:17. ഇതിൻ്റെ ഒരു വേദി ആയിരിക്കണം ദൈവസഭ. എന്തിൻ്റെ വേദി? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമുള്ള ഒരിടമായിരിക്കണം ദൈവസഭ. ഈ ദൈവസഭയിൽ കടന്നു വരുന്ന നല്ലൊരു പങ്ക് മനുഷ്യരും ധാരാളം ജീവിത പ്രയാസങ്ങൾ ഉള്ളവർ ആണ്. അവർ ആഗ്രഹിക്കുന്നത് അവിടെ കടന്നു വരുന്നത് കൊണ്ട് കുറച്ച് സമാധാനം കിട്ടണം, കുറച്ച് സന്തോഷം മനസ്സിന് കിട്ടണം. അത് സംഭവിക്കണമെങ്കിൽ നീതി അവിടെ നടപ്പാകണം, അല്ലേ? നീതിയിൽ വിതച്ച് സമാധാനം കൊയ്യണം. നീതിയിൽ വിതച്ച് സമാധാനം കൊയ്യണം. നീതി നടക്കുന്നിടത്തെ സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. ദൈവസഭയിൽ നീതി ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് റൈറ്റ് വി ഹാവ് ടു ഡു. ദൈവസഭയിൽ ശരിയായത് ചെയ്യണം. ശരിയായത് ചെയ്യാതിരിക്കുമ്പോഴും തെറ്റായത് അഥവാ അനീതി നടമാടുമ്പോഴും ഒരുപോലെ സമാധാനമില്ലാതാകുകയും സന്തോഷമില്ലാതാകുകയും ചെയ്യും. ദൈവസഭ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ്. അതുകൊണ്ട് ദൈവസഭയിൽ അന്യായം നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യവും ഉണ്ട്. ഇതും ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം ചിലപ്പോഴൊക്കെ അന്യായം നടമാടുകയും മിണ്ടാണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിമാന്മാർ പലരും തളർന്ന് പോകുന്ന അനുഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയും സംഭവിക്കരുത്. അതുകൊണ്ട് ഭക്തി ദൈവസഭയിൽ ആചരിക്കുക എന്ന വിഷയത്തിൽ നാം കടന്നു വരുമ്പോൾ ശരിയായത് കണ്ട് അത് ചെയ്യുന്നവരും വിശുദ്ധി പാലിക്കുന്നവരും ദൈവമുമ്പാകെ വിശ്വസ്തയോടുകൂടെ വിശ്വാസ്യതയോടുകൂടെ
ജീവിക്കുന്നവരുമായിരിക്കണം എന്ന് നാം മനസ്സിലാക്കുന്നു. 2 കൊരിന്ത്യർ 8:20-21 വാക്യങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആ വാക്യം. അത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഈ ഭാഗം. വളരെ ക്ലിയറാണ് ആ ഭാഗം. ആർക്കും ഒരു അപവാദം പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്താതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും പണമിടപാടുകളാകട്ടെ, എന്ത് കാര്യവുമാകട്ടെ, കൃത്യമായിട്ടെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് കൃത്യമായിട്ട് എഴുതി കുറ്റം പറയുവാൻ ഒരിടം കൊടുക്കരുത്. അത് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവാത്മാവ് നമുക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ മാത്രമല്ല, മനുഷ്യരുടെ മുമ്പാകെ യോഗ്യമായത് മുൻകരുതി. പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപവാദം പറയാൻ ഇടവരാതിരിക്കുക, സൂക്ഷിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് സമൂഹത്തിൻ്റെ മധ്യേ എങ്ങനെ വിശുദ്ധിയും നീതിയും വിശ്വസ്തതയും പാലിക്കാം ഒരു ദൈവഭക്തൻ എന്നുള്ള രീതിയിൽ എന്നുള്ളതിലേക്ക് നമുക്ക് അല്പമായിട്ട് കടക്കാം. ഒരു വിശ്വാസി, ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്, ഒരു വിശ്വാസിക്ക് ഒരു സമൂഹത്തിലുള്ള ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് അവൻ എത്രമാത്രം വിശ്വസ്തനാണ്, വിശുദ്ധനാണ്, നീതിയുള്ളവനാണെന്നുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ലോകം പറഞ്ഞാൽ അംഗീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ തന്നെ യാതൊരു മൂല്യങ്ങളും ഇല്ലാത്ത, വിശുദ്ധിയൊന്നുമില്ല, നീതിബോധവുമില്ല, വിശ്വസ്തതയും ഇല്ലാത്തവനാണെങ്കിൽ ആർ നമ്മെ മൈൻഡ് ചെയ്യും? ഈ ലോകത്തിൽ അങ്ങനെയുള്ള മനുഷ്യർ തങ്ങളുടെ ധനത്തിൻ്റെ പ്രതാപം കൊണ്ടും അല്ലെങ്കിൽ തൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ടും പലതും ചെയ്തു കൂട്ടാറുണ്ട്. കറപ്റ്റഡ് ആണെങ്കിൽ പോലും അവർ പലതും ചെയ്തു കൂട്ടാറുണ്ട്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വഹിക്കുന്ന കർത്താവിൻ്റെ നാമത്തെ അവന് മഹത്വപ്പെടുത്തണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? ഈ 3 മൂല്യങ്ങളും ഉണ്ടായിരിക്കണം. അവൻ വിശുദ്ധനായിരിക്കണം, അവൻ നീതിമാനായിരിക്കണം, വിശ്വസ്തനുമായിരിക്കണം. ഈ 3 സ്വഭാവങ്ങൾ അവനിൽ ഇല്ല എങ്കിൽ ഞാൻ പറയുന്ന വാക്ക് ചേമ്പിൻ തണ്ടിന്മേൽ വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. അതാരും മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല. സുവിശേഷവുമായിട്ട് നമ്മൾ അവൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് പോയി വർത്താനമൊക്കെ പറയുമ്പോൾ ഒക്കെ കേൾക്കും വേണമെങ്കിൽ ഉള്ളിൽ അവൻ പറയുന്നുണ്ട്, ഇവൻ പോയി ഇവനെ തന്നെ ഒന്ന് നേരെയാക്കട്ടെ. മറ്റൊരു പലരുടെ അടുത്ത് ഞങ്ങൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ കേൾക്കുന്ന കേൾവികളാണിത്. നിങ്ങൾ ഇന്നാരെയൊക്കെ ഒന്ന് പോയി നന്നാക്ക് എന്നൊക്കെ പറയും. അവർ ഈ ക്രിസ്തുവിൻ്റെ നാമം ധരിച്ചിരിക്കുന്നവർ, അതാ വിഷയം. ഇവരെയൊക്കെ ഒന്ന് പോയി അവരോടൊക്കെ ഒന്ന് പറയും, അവരെയൊക്കെ ഒന്ന് നന്നാക്ക്. കാരണം ഇവർ നൊട്ടോറിയസ് ആണ് ആ ഭാഗത്ത്. നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ മോശമായ പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ദൈവനാമം എത്രമാത്രം ദേശത്ത് ദുഷിക്കപ്പെടുകയാണ്. വിശുദ്ധിയില്ല, നീതിയില്ല, വിശ്വസ്തതയുമില്ല. ഈ ഒരു ഏരിയ ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം. ദൈവഭക്തന്മാരായിട്ടിരിക്കണമെങ്കിൽ സമൂഹത്തിൻ്റെ മധ്യേ ഈ 3 മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ 1 പത്രോസ് 2:12 ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 2:12, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് സമൂഹത്തിൻ്റെ മധ്യേ നാം ജീവിക്കുമ്പോൾ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. ഇക്കാര്യത്തിൽ നമ്മൾ അല്പം കൂടെ ഇമ്പ്രൂവ്മെൻറ്റും ആവശ്യമാണ്. ഈ വിഷയം ഞാൻ മുൻപേ ടച്ച് ചെയ്തിട്ടുണ്ട്. വിശ്വാസികളായിരിക്കുന്ന നമുക്കൊരു വിചാരമുണ്ട്, സുവിശേഷമാണ് ഏറ്റവും പ്രാധാന്യമുള്ളതുകൊണ്ട് സുവിശേഷം എന്ന് പ്രസംഗിച്ചാൽ മതി. പ്രിയമുള്ളവരെ, സുവിശേഷം നമ്മൾ പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അത് സത്യമാണ്. പക്ഷേ അത് ചെയ്യുമ്പോൾ തന്നെയും നമ്മളെ സമൂഹം നോക്കുന്നത് ഞാൻ ആരാണെന്നുള്ളതാണ്. നമ്മൾ സുവിശേഷം ഒരാളോട് പങ്കുവയ്ക്കുമ്പോൾ സുവിശേഷത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. പക്ഷെ പറയുന്ന എൻ്റെ ക്രെഡൻഷ്യൽ എന്ന് പറയുന്നതിനൊരു വാല്യൂ ഉണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായി? എൻ്റെ ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്. എന്നെ അവർ നോക്കുന്നുണ്ട്. എന്നിൽ സൽപ്രവൃത്തികൾ കാണുന്നില്ല എങ്കിൽ എൻ്റെ വാക്കുകൾക്ക് അവർ കൊടുക്കുന്ന വില ഉന്നതമായിരിക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്. അടുത്തത് സന്ദർശന ദിവസത്തിൽ. ശ്രദ്ധിക്കുക ആ പദപ്രയോഗം. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് ദൈവം അവരെ സന്ദർശിക്കുന്ന ഒരു ദിവസം ഉണ്ട്. അന്ന് എന്ത് സംഭവിക്കുമെന്ന? സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്. ശ്രദ്ധിച്ചോ ഈ പദങ്ങള്?
നമ്മളുടെ പ്രവൃത്തികൾ നല്ലതായിരിക്കണം അവരുടെ മുമ്പാകെ. നമ്മൾ അവരോട് സുവിശേഷം പറയുന്നു, അത് അവരിൽ കർത്താവ് ക്രിയ ചെയ്യുവാൻ വെക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് സന്ദർശന ദിവസം. അന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്നാ? അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. നമ്മൾ കേവലം സുവിശേഷമല്ല സംസാരിക്കുന്നത്, നമ്മൾ തന്നെയും ഒരു സുവിശേഷം ആണ്. സാക്ഷ്യമില്ലാത്ത സമൂഹത്തിൽ നിലയും വിലയുമില്ലാത്ത ജീവിത രീതി നമുക്കുണ്ടെങ്കിൽ നമ്മൾ എത്ര സുവിശേഷം പറഞ്ഞാലും ഒരു കാര്യവുമില്ല. കാരണം എൻ്റെ സാക്ഷ്യം ശരിയല്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം എടുക്കാൻ എനിക്ക് വാസ്തവത്തിൽ യോഗ്യതയില്ല. അവിടെ ഒന്നാമത് നമ്മൾ ഈ ഒരു മേഖലയിൽ സമൂഹത്തിൻ്റെ മുമ്പാകെ മാന്യത കാത്ത് സൂക്ഷിക്കണം. എൻ്റെ പ്രവൃത്തികൾ സമൂഹത്തിൻ്റെ മുമ്പാകെ നീതിയുള്ളതായിരിക്കണം, സമൂഹത്തിൻ്റെ മുമ്പാകെ വിശുദ്ധിയുള്ളതായിരിക്കണം, വിശ്വസ്തതയുള്ളതായിരിക്കണം. ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇത് പോയാൽ കർത്താവ് പറഞ്ഞ വാക്ക് നമ്മൾ മറക്കരുത്. ഉപ്പിന് കാരമില്ലാതെ പോയാൽ ചവിട്ടിക്കളയാനല്ലാതെ പിന്നെ അതിന് കൊള്ളില്ല. നിങ്ങൾ ഇന്ന് എന്തൊക്കെ പോയി പറഞ്ഞാലും കാശിന് ഉപകാരം ഇല്ല. പ്രിയമുള്ളവർ, ഇത് വളരെ ഭയപ്പെടേണ്ട ഒരു വസ്തുതയാണ്. ഞാൻ താമസിക്കുന്ന എൻ്റെ സമൂഹത്തിൽ, എൻ്റെ അയൽക്കാരുടെ മധ്യേ, എൻ്റെ സ്നേഹിതന്മാരുടെ മധ്യേ, സമൂഹത്തിൻ്റെ മധ്യേ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അത്യന്തം വിലയേറിയതാണ്. ആ വില ഞാൻ സൂക്ഷിച്ചില്ല എങ്കിൽ പിന്നെ ഞാൻ അവരോട് ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഒരു കാര്യവും ഇല്ല, ഒരു കാര്യവുമില്ല. കാരണം അവരുടെ മനസ്സിലേക്ക് ആദ്യം തികട്ടി വരുന്നത് നമ്മൾ ചെയ്ത ദോഷപ്രവൃത്തികളായിരിക്കും. വളരെ സൂക്ഷിക്കണം. നിരക്കേണ്ടതുണ്ടെങ്കിൽ നിരക്കുക. ഞാൻ പറഞ്ഞത് വല്ല പാസ്റ്റ് ഹിസ്റ്ററിയെ കുറിച്ചാണ് പറയുന്നത്. വല്ല സമയത്ത് നമ്മൾ ആരെങ്കിലും ഇടപെട്ട് മോശമായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതിന് മടിക്കൊന്നും വേണ്ട, നിരക്കുക. കാരണം ഈ വക കാര്യങ്ങൾ സെറ്ററേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദൈവഭക്തി ആചരിക്കുന്ന ഏത് വിശ്വാസിയാണെങ്കിലും ആ നല്ല ബന്ധത്തെ നശിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളിലും ഇടപെടരുത്. നമ്മളൊരു വാക്യം വായിക്കാം. പ്രോവർബ്സ് 23:17, സദൃശവാക്യം 23:17. പറയുന്നതിൻ്റെ ആശയം എന്താന്ന് വെച്ചാൽ, കൂടെയുള്ള മനുഷ്യർ പല കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകും, നീ അത് കണ്ട് അസൂയപ്പെടരുത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മളൊരു പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 10 പ്രാവശ്യം നടക്കേണ്ടി വരും. മറ്റോ കൈക്കൂലി കൊടുത്ത് വേണമെങ്കിൽ കാര്യം നടത്തി മുന്നോട്ട് പോകും. നീ അത് കണ്ട് അസൂയപ്പെടരുത്. നീ എന്ത് ചെയ്യണം? നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തരുത് ഒരിക്കൽ പോലും. ഞാൻ പറയാം, കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ നേടരുത്. കൈക്കൂലി കൊടുത്ത് കാര്യം നേടിയാൽ നീ ആ ഓഫീസറുടെ മുമ്പാകെ കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുകയാണ്. നിന്റെ കർത്താവ് കൈക്കൂലിയും നടക്കുന്നവനല്ല. സ്വാധീനം ചെലുത്തി കാര്യങ്ങളെ നേടരുത്. കർത്താവ് നിനക്ക് വേണ്ടി സ്വാധീനം ചെലുത്തിക്കൊള്ളും. നയമാൻ്റെ കാര്യത്തിൽ, മൊർദെഖായിയുടെ കാര്യത്തിൽ, മൊർദെഖായിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യേണ്ട സമയം കർത്താവിന് അറിയാമായിരുന്നു. കൃത്യസമയത്താണ് മൊർദെഖായിക്കുള്ള റെക്കമെൻഡേഷൻ ദൈവം ചെയ്യുന്നത്. അത് തനിക്ക് വളരെ അനുഗ്രഹമായി തീർന്നു. താൻ റിപ്പോർട്ട് ചെയ്ത ഇൻഫർമേഷൻ അതുവരെയും രാജാവ് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല, അല്ലെങ്കിൽ കണ്ടിരുന്നില്ല. ദൈവം ചെയ്തുകൊള്ളും ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ. നമ്മളറിയാത്ത മേഖലയിൽ കൂടെ അത് ദൈവം ചെയ്യും. അത് നമുക്ക് ഉപകാരമായി തീരും. നീ എപ്പോഴും ദൈവഭക്തിയോടെ ഇരിക്കുക. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന ഒരു തരത്തിലുള്ളതായ സാമൂഹ്യ തിന്മകളിലും നമ്മൾ ചെന്ന് വീഴരുത്. സാമൂഹ്യ തിന്മകൾ, ഞാനത് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, എണ്ണമിട്ട് ഞാൻ പറയാൻ പോവുകയാണ്. ആർക്കും വിഷമം തോന്നണ്ട. കാരണം നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ആർക്കെങ്കിലും അങ്ങനെയുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താനും
വരാതിരിക്കാനും വേണ്ടി പറയുന്നതാണ് കേട്ടോ. നിങ്ങളെയൊക്കെ എനിക്കറിയില്ലല്ലോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഞാൻ മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞു, സാമൂഹ്യ തിന്മകൾ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്, ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന, എക്കാലത്തും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട്, അതായത് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്. ഞാനത് സഭയോടുള്ള ബന്ധത്തിൽ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ ഇടയിൽ ആകെ 2 ഗ്രൂപ്പേ ഉള്ളൂ, സഹോദരിമാരും അമ്മമാരും, അല്ലെങ്കിൽ സഹോദരന്മാരും അപ്പന്മാരും. ആ കണക്ക് കൂട്ടലേ നമുക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പൊരുത്തം പറയും, അല്ല പുറത്തുള്ളവരൊക്കെ സഹോദരന്മാരും അമ്മമാരും. നമുക്കിങ്ങനെ ഒരു കാര്യം തന്നിട്ടില്ല, അത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു സാമൂഹ്യ തിന്മയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിശ്വാസത്താലാണ് നാം ജീവിക്കേണ്ടത്. എനിക്ക് വേണ്ടി കർത്താവ് കരുതുമെന്നുള്ള വിശ്വാസം എന്നെ ഭരിക്കണം. കാഴ്ചയാലെ അല്ല ഞാൻ നടക്കേണ്ടത്, എൻ്റെ കണ്ണിന് തോന്നുന്നതല്ല ഞാൻ പിടിക്കേണ്ടത്, എൻ്റെ കർത്താവ് എനിക്ക് തരുന്നതാണ്. അതാണ് ഒരു വിശ്വാസി, അതാണ് ഒരു ദൈവഭക്തൻ. അതുകൊണ്ട് പ്രേമം എന്ന് പറയുന്ന വിഷയമൊന്നും നമുക്ക് ഈ ലോകത്തിൽ ആവശ്യമില്ല. പുറത്തുള്ളവരായിട്ടാണെങ്കിലും അകത്തുള്ളവരായിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള അവിശുദ്ധമായ കാര്യങ്ങൾ, വിശുദ്ധിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ടാമത്, കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സ് ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കിയ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് ഏറെക്കുറെ മനസ്സിലാവും. അതെന്താ, ഈ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടൊരു സൗരഭ്യം എന്ന് പറയുമല്ലോ. നമ്മുടെ ഫ്രണ്ട്സ് ആരാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയ നമ്മുടെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇന്ന് യൗവനക്കാരുടെ ഇടയിൽ, വിശ്വാസികളെ കുറിച്ചാണ് ഞാനീ പറയുന്നത് കേട്ടോ, സഭ എന്ന വിഷയമാണല്ലോ, നമ്മുടെ സമൂഹത്തിൽ വിശ്വാസികൾ കടന്നു ചെല്ലുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ യൗവനക്കാരായിരിക്കുന്ന ഇന്നത്തെ വിശ്വാസികളിൽ കാണപ്പെടുന്ന ഒരു പ്രവണതയാണ് ലോകത്തിലുള്ള സുഹൃത്തുക്കളോട് കൂടെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുക. പലപ്പോഴും മാതാപിതാക്കന്മാർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും വേണ്ട മോനെ, അങ്ങനെ ചെയ്യണ്ട മോനെ, അത് നമുക്ക് ചേർന്നതല്ല എന്നൊക്കെ പറയുമ്പോൾ യവന്മാർക്ക് അങ്ങ് പിടിക്കില്ല. എന്താ, ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ ജീവിച്ചുകൂടെ, എന്തിനാണ് ഇത്രമാത്രം റെസ്ട്രിക്ഷൻസ്, ഞങ്ങൾ പരുവമുള്ളവരല്ലേ, ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവില്ലേ, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് വിടും. നമ്മൾ പരിജ്ഞാനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്, എവിടേക്ക് അത് ചെന്നെത്തുകയെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ പരിജ്ഞാനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. മോനെ, അത് പോയാൽ ശരിയാവില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ മലയാളമല്ല അവർ ഉപയോഗിക്കുക, മറ്റു പലതുമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചീത്ത വാക്കുകളാണ്. നമ്മളൊക്കെ വായിൽ വെക്കാൻ അറയ്ക്കുന്ന വാക്കുകളൊക്കെയാണ് ഈ യൗവനക്കാരെന്ന് പറയുന്ന കൂട്ടുകാരൊക്കെ ഉപയോഗിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് ആരിലേക്ക് കടക്കും? വിശ്വാസികളെന്ന് പറയുന്ന നമ്മുടെ മക്കളിലേക്കും പതുക്കെ കടന്ന് വരും. കൂട്ടുകെട്ടുകളാണ് നല്ലൊരു പങ്ക് വിശ്വാസികളെ നശിപ്പിച്ച് കളയും. ബാല്യത്തിൽ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ നടക്കാത്തത് കൊണ്ട് പിൽക്കാലത്ത് അവന് ദുഃഖമായിട്ടത് തീരും. അപ്പോഴേക്കും അത് വൈകി പോയിരിക്കും. കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഞാനൊരു കാര്യം പറയാം, നമ്മൾക്ക് ചേർച്ചയില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് വീഴാതെ സൂക്ഷിക്കുക. ഒരു വാക്യം നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. 2 കൊരിന്ത്യർ 6:14. എന്തൊരു കൂട്ടായ്മ എന്നല്ല, എന്തോ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞ എൻ്റെ ആശയം ഒരു കൂട്ടായ്മയില്ല എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? വെളിച്ചത്തിന് ഇരുളോട് ഒരു കൂട്ടായ്മയും ഇല്ല. പിന്നെ ധർമ്മത്തിനും നീതിക്കും അധർമ്മത്തിനും നീതിക്കും തമ്മിൽ ഒരു ചേർച്ചയും ഇല്ല. അതുപോലെ തന്നെയാണ് അവിശ്വാസിക്ക് വിശ്വാസിയുമായുള്ള ബന്ധം. ഒരു ചേർച്ചയുമില്ല, ഒരു കൂട്ടായ്മയുമില്ല. വിശ്വാസികൾ അവിശ്വാസികളിൽ നിന്ന് എത്ര ദൂരം കീപ്പ് ചെയ്യാമോ അത്രയും കീപ്പ് ചെയ്യുന്നത് നല്ലതാ. അതെന്താ? വെളിച്ചം എവിടെ കടന്നു ചെന്നാലും ഇരുളെന്ത് ചെയ്യും? പിറകിലേക്ക് പോവും. നിങ്ങൾ ഇരുട്ടുള്ള ഒരു റൂമിലേക്ക് ഒരു മെഴുകുതിരി കത്തിച്ചങ്ങ് ചെല്ല്, എന്താ അവിടെ സംഭവിക്കുക? ഇരുട്ട് പിൻവാങ്ങും.
വെളിച്ചത്തിന് ഇരുളിന് ഒരുമിച്ച് പോകാൻ പറ്റില്ല. വിശ്വാസിക്ക് അവിശ്വാസിയുമായി ഒരു പങ്കുമില്ല. ഇത് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. നമ്മൾക്ക് വയ്ക്കാവുന്ന തലത്തിൽ പരിധിക്ക് ഉള്ളിലുള്ള കൂട്ടായ്മകൾ മതി. ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന 2 പേർക്ക് ജോലിയുടെ തലങ്ങളിൽ ബന്ധപ്പെടേണ്ടി വരും. അതങ്ങനെയാണ്, അതിൽ സഹകരിക്കേണ്ടി വരും. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ബന്ധം പോകാതിരിക്കാൻ സൂക്ഷിക്കുക. 5 മണി കഴിഞ്ഞ് ക്ലബിൽ വേണ്ട. അതെന്താ, ജോലി അവിടെ കൊണ്ട് അവസാനിക്കുക 5 മണി. അത് കഴിഞ്ഞിട്ടുള്ള ഈ കൂട്ടായ്മയുണ്ടല്ലോ, അത് ചിലപ്പോൾ നിന്നെ ദോഷത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. സൂക്ഷിക്കുക. നിനക്ക് അവിടെ ഒരു കൂട്ടായ്മ ഇല്ല. ശരിക്കും നിന്റെ കൂട്ടായ്മ വിശ്വാസികളുമായിട്ട് ആയിരിക്കണം. അതിനായിരിക്കണം നിന്റെ വാഞ്ച. ഇന്ന് നേരെ തിരിച്ചാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സഭായോഗത്തിന് വരുന്നതാണ് ഇപ്പോൾ വലിയ ഭാരമായി തീരുന്നത്. മറ്റുള്ള സമയങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല. സ്നേഹിതന്മാരൊരുമിച്ച് കറങ്ങി നടക്കുന്നതൊന്നും വലിയ വിഷയമില്ല. സഭായോഗത്തിനും വിശ്വാസികളോടും അതെന്താ, അവരോടൊന്നും തുറന്നു പറയാൻ പറ്റില്ലെന്നേ. ഏതാ ഈ പറഞ്ഞതിൻ്റെ ആവശ്യം മനസ്സിലായോ? തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെയൊക്കെ വന്ന് പറയും. ഈ തുറന്നു പറയാൻ പറ്റുന്ന വല്ലതുമാണ് തുറന്നു പറഞ്ഞെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പോൾ പറയുന്നതൊക്കെ പലതും തുറന്നു പറയാൻ പറ്റാത്തതാണെന്നല്ലേ അത് കാണിക്കുന്നത്. ഇന്ന് രഹസ്യങ്ങൾ തങ്ങളുടെ കൂട്ടുകാരോട് പറയും, വിശ്വാസികളോട് പറയില്ല. കാരണം അത്രയ്ക്കുള്ള ബന്ധമേ ഇപ്പോൾ ഉള്ളൂ. വി ആർ മോർ ലൈക്ക് റിലീജിയൻ റാദർ ദാൻ ബോഡി ഓഫ് ക്രൈസ്റ്റ്. പറഞ്ഞ മനസ്സിലായല്ലോ? ഒരു മതം പോലെ ആയിത്തീരുകയാണ് ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള അവസ്ഥ വിട്ടിട്ട് അവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ. 2ാമത്തെ തെറ്റ്. 3ാമത് മദ്യപാനം. അതങ്ങനെ ഒരു പ്രശ്നം നമ്മളുടെ ഇടയിൽ പേർ പറയുക പോലും ചെയ്യാറില്ല. മദ്യപാനം, പുകവലി, ലഹരി. ഈ 3 കാര്യങ്ങളും കേരളത്തിലൊക്കെ വിശ്വാസികളുടെ ഇടയിൽ അത് കുറവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല, കാരണം കേട്ടിട്ടൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷിക്കുക. ഞാൻ പറയാം, ചീത്ത കൂട്ടുകെട്ട് ചീത്ത പ്രവണതകളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. ഇവനൊക്കെ ആണാണോടാ, ശകലം പോലും കുടിക്കില്ല, വലിക്കില്ല. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്നാലേ എല്ലാം അറിയണം. ഇങ്ങനെയൊക്കെയാണ് ഈ ലോക അഡ്വൈസ് കൊടുക്കുക. ഈ കൊച്ചു പിള്ളേർ കുറച്ച് കഴിയുമ്പോൾ ഈ റെസിസ്റ്റൻസ് പവറൊക്കെ തീരും. പിയർ പ്രഷർ എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം, അതിന് വഴിപ്പെട്ട് പാപത്തിലേക്ക് പതുക്കെ ചെന്ന് പതിക്കും. ഇതൊക്കെ സംഭവിക്കാറുള്ളതാണ്. എവറി സിൻ ഹാസ് എ ബിഗിനിങ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാ പാപങ്ങൾക്കും ഒരു തുടക്കം ഉണ്ട്. അതൊന്നും പെട്ടെന്നങ്ങ് വന്ന് നമ്മെ പിടിക്കുന്നൊന്നുമല്ല. ഒരു തുടക്കമുണ്ട്. അത് പതുക്കെ പതുക്കെയാണ് ചെന്നെത്തുന്നത്. സൂക്ഷിക്കേണ്ട ഭാഗങ്ങൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു കാര്യമാണ് പേക്കൂത്തുകൾ. പേക്കൂത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറിക്കൂത്തെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വേറൊരു പദമാണ്. എന്ന് വെച്ചാൽ ഈ തല്ലടിച്ച് ബഹളം ഉണ്ടാക്കി നടക്കുക എന്ന് പറയുന്നതിന് ആശയമാണ്. പേക്കൂത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂത്തുകളാണ്, പക്ഷെ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് പേയ് ആണ്. പേയ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പിശാച് ആണ്. ഈ പേക്കൂത്തുകൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ഇവിടെ നടക്കുന്ന മിക്കവാറും എല്ലാ ഉത്സവങ്ങളും പേക്കൂത്തുകൾ ആണ്. നമുക്ക് ഈ തിരിച്ചറിവൊന്നുമില്ല. പേയ് കൂത്തുകൾ നടക്കുന്നിടത്ത് വിശ്വാസിക്ക് പോയിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. 46 ആനയാ എഴുന്നള്ളുന്നേ, ഒന്ന് പോയി കണ്ടേക്കാം. നിങ്ങൾ ഇതൊന്നും കണ്ട് മോഹിക്കരുത്. അവിടെ നമുക്കൊരു പങ്കുമില്ല. അവിശ്വാസിക്ക് വിശ്വാസിയുമായിട്ട് പങ്കില്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി പങ്കില്ല. വെളിച്ചത്തിന് ഇരുളോട് കൂട്ടായ്മയില്ല. മറക്കരുത്. അവിടെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അത് നമുക്കുള്ള വേദിയുമല്ല. അവിടെ എഴുന്നള്ളുന്നത് കർത്താവായ യേശു ക്രിസ്തു അല്ല. ഈ തിരിച്ചറിവ് വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ പോകേണ്ട ഇടങ്ങളുണ്ട്, പോകാൻ ആവശ്യമില്ലാത്ത ഇടങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നമ്മളുടെ വര ശരിക്ക് വരച്ച് സൂക്ഷിക്കണം. വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാവരും പോവല്ലേ, അപ്പം ഞാനും കൂടെ
എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരുടെയും കൂടെ പോകേണ്ടവനല്ല വിശ്വാസി. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, നമുക്ക് പോകേണ്ടവരും പോകേണ്ടാത്തവരും ഉണ്ട്. കൂട്ടുകെട്ടുകൾ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. പതുക്കെ സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിക്കണം, പേയ്ക്കൂത്ത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാൻ വിചാരിക്കുക. അടുത്ത സാമൂഹ്യ തിന്മ നമ്മുടെ ഇടയിലുള്ളതാണ് സ്ത്രീധനം. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ ശക്തമായി പ്രസംഗിക്കുന്ന ആളാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കുറേ ആൾക്കാർ കണ്ണുനീര് കുടിക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇത്ര ശക്തമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ ദോഷം എങ്ങനെ വിശ്വാസികളുടെ ഇടയിൽ വന്നെത്തി എന്ന് പോലും എനിക്ക് അറിയില്ല. കാരണം എന്താ? വചനത്തെ കീറി മുറിച്ച് മേളിലും കീഴിലും ഒക്കെ ഇട്ട് പഠിക്കുന്നവരാ നമ്മൾ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക സ്ത്രീയുടെ തന്നെ ഇങ്ങോട്ട് വാങ്ങുന്നതാണോ? കർത്താവ് കാണിച്ചു തന്ന മാതൃക തൻ്റെ രക്തം കൊടുത്ത് കാന്തയെ വീണ്ടെടുക്കുന്നതാണ്, അല്ലേ? അതല്ലേ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. എല്ലാ ഞായറാഴ്ചയും വന്നിട്ട് പറയുന്നത് തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങൾ അയോഗ്യരായിരുന്നു, നീ ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി. അതൊക്കെ സത്യമാണ്. ഇതൊക്കെ പറയും. എന്നിട്ട് അതിൻ്റെ നിഴലായിട്ട് ലോകത്തിൽ ദൈവം വെച്ച വിവാഹം എന്ന കാര്യം വരുമ്പോൾ പ്ലേറ്റ് നേരെ മാറ്റും. എന്നിട്ട് പറയും, പൈസ ഇങ്ങോട്ട് വരട്ടെ. നാണം വേണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ? ഞാൻ പച്ചയായിട്ട് ചോദിക്കുക, ഈ സാമൂഹ്യ തിന്മ ഇന്നും നമ്മൾ പേപ്പർ എടുത്ത് വായിച്ചാൽ കാണുന്നത് എന്താ? എന്തുമാത്രം പെൺകുട്ടികളാണ് കണ്ണുനീർ കുടിക്കുന്നത്, എന്തുമാത്രം കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്തു പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം 2 പേര് ഇതാ മരിച്ചിരിക്കുന്നു, ഒരു അമ്മയും മകളും. പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക. ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടും വിശ്വാസകുലം ഇപ്പോഴും അനങ്ങിയിട്ടില്ല. എവിടെ നിന്ന് കിട്ടി ഈ ദ്രവ്യത്തോടുള്ള നമ്മുടെ ആഗ്രഹം? എന്നിട്ട് പറയും ഞങ്ങൾ ഭക്തന്മാരാണെന്ന്. ഭക്തന്മാരാണ് പോലും. എന്ത് ഭക്തി? ദ്രവ്യം കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് പറയണ കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിലേക്കാന്ന് പറഞ്ഞ പോലെയാ. കല്യാണം അടുത്ത് കഴിയുമ്പോൾ എല്ലാ പ്രിൻസിപ്പിൾസും മാറി. പിന്നെ ഇങ്ങോട്ട് കിട്ടട്ടെ. ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതേണ്ടത് അമ്മായപ്പനും അമ്മായമ്മയും അല്ല, പിന്നെ ആരാണ്? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പനും അമ്മയാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി കരുതാത്തവൻ മോശക്കാരനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കല്ലോ ചരദിക്കേണ്ടത്. വല്ലതും കരുതണമെങ്കിൽ ആയുസ്സും ആരോഗ്യം തരുന്ന കാലത്ത് അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുക, അല്ലാതെ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നോക്കി നടക്കുകയല്ല വേണ്ടത്. അത് മാന്യതയല്ല. ഇനി ഞാനൊരു കാര്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡൗറി പ്രോഹിബിഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 1961 ഉണ്ടാക്കിയിട്ടുള്ളതായത്. സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്താൽ 5 വർഷം ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയാണ്. 5 വർഷം. ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. ഡിമാൻഡ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ 6 മാസം മുതൽ 2 വർഷം വരെ ജയിലിൽ കിടക്കാനുള്ളതാണ് ശിക്ഷ. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഭക്തന്മാരായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പരിപാടിയിൽ നിന്നും പൂർണ്ണമായും നമ്മൾ മാറി നിൽക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആകയാൽ എല്ലാ മനുഷ്യരും അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ വക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവകൽപ്പനയാണ് നമ്മൾ ലംഘിക്കുന്നത്. ഇത് പാപമാണ് പ്രിയമുള്ളവരെ. ഇത് അന്യായമാണ്, ഇത് അനീതിയാണ്, ഇത് അശുദ്ധിയാണ്, ദൈവത്തിൻ്റെ മുമ്പാകെ അവിശ്വസ്തതയാണ്. നമ്മൾ വിവാഹം കഴിക്കേണ്ടത് പണത്തെ അല്ല, പിന്നെയോ ദൈവഭക്തിയുള്ള മക്കളെയാണ്. അവരെ ഭക്തിയിൽ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ദോഷം, ഈ സാമൂഹ്യ തിന്മ വിശ്വാസികളുടെ ഇടയിൽ പേർ പറയുക പോലും ചെയ്യാതിരിക്കട്ടെ. അതാണ് എൻ്റെ പ്രാർത്ഥന. ഇത് പറയരുത് നമ്മളുടെ ഇടയിൽ. ചെറിയ മാറ്റമൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. ചിലപ്പോൾ കുറച്ചൊക്കെ പറയുന്നില്ല, ഡിമാൻഡൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിട്ടുകളയുക. വിലയാം ബാലാക്കിൻ്റെ ദ്രവ്യത്തെ കണ്ട് മോഹിച്ച് അതിൻ്റെ പിന്നാലെ പോയി തെറ്റിപ്പോയതുപോലെ അന്യ
വീടുകളിലുള്ള ധനത്തിൽ കണ്ണുവെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്നവൻ, ഞാൻ പറയാം, ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ കണക്ക് കൊടുക്കേണ്ടി വരും. സാമൂഹ്യ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഇതൊക്കെ വാങ്ങിയിട്ടും ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ പോയി സുവിശേഷം എന്ന് പ്രസംഗിച്ചാൽ ആർ കേൾക്കാനാ? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ തന്നെ നല്ല സുവിശേഷങ്ങളായി മാറണം. എന്നിട്ട് പോയി പ്രസംഗിക്കൂ. അപ്പോൾ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. അതിൻ്റെ മേൽ ദൈവാനുഗ്രഹങ്ങളെ ചൊരിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം എന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ.